ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ജോർജ് മാസ്റ്റർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് പ്രസന്റ് ടെൻസും അതിൻ്റെ 4 ഫോംസിനെ കുറിച്ചുമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. പാസ്റ്റ് ടെൻസും അതിൻ്റെ 4 രൂപങ്ങളും ഫ്യൂച്ചറും അതിൻ്റെ 4 രൂപങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യമായി പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് മീൻസ് ഭൂതകാലം. പാസ്റ്റ് ടെൻസിനുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 4 ഫോംസ്. അതിൽ ഫസ്റ്റ് വൺ പാസ്റ്റ് സിമ്പിൾ ടെൻസ്. പാസ്റ്റ് സിമ്പിൾ ടെൻസ്. വാട്ട് ഡു യു മീൻ ബൈ പാസ്റ്റ് സിമ്പിൾ? എന്താണ് പാസ്റ്റ് സിമ്പിൾ? ആർക്കാ പറയാൻ പറ്റുക പാസ്റ്റ് സിമ്പിൾ എന്താ? പാസ്റ്റ് സിമ്പിൾ ഷോസ് എ കംപ്ലീറ്റഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പൂർത്തിയായിട്ടുള്ള ക്രിയകളാണ് പാസ്റ്റ് സിമ്പിളിൽ പറയുക. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പ്രസന്റ് സിമ്പിൾ. ഐ റീഡ് ഇംഗ്ലീഷ്. അവിടെ റീഡ് ആണ് ബേസ് ഫോം. ഐ റീഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നു. വായിക്കുക എന്ന പ്രവൃത്തി നടക്കുന്നതേ ഉള്ളൂ. എന്നാൽ സിമ്പിൾ പാസ്റ്റിൽ ഓൾ കംപ്ലീറ്റഡ് ആക്ഷൻസ് ആർ സെഡ് ടു ബി ഇൻ ദ പാസ്റ്റ് സിമ്പിൾ. പൂർത്തിയായിട്ടുള്ള ക്രിയകളാണ് സിമ്പിൾ പാസ്റ്റിൽ പറയുക. അപ്പോൾ കംപ്ലീറ്റഡ് ആക്ഷൻസ്, completed actions are said to be in the past simple. So completed actions, പൂർത്തിയായ പ്രവർത്തികളാണ് നമ്മൾ ഏതിൽ പറയുക? പാസ്റ്റ് സിമ്പിളിൽ പറയുന്നത്. നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ കാണുക എന്ന പ്രവൃത്തി പൂർത്തിയായി. എഴുതി എന്ന് പറയുമ്പോൾ എഴുതുക എന്ന പ്രവൃത്തി പൂർത്തിയായിരിക്കുന്നു. ഇൻ ഇംഗ്ലീഷിൽ കംപ്ലീറ്റഡ് ആക്ഷൻസ് ആർ സെഡ് ടു ബി ഇൻ ദ പാസ്റ്റ് സിമ്പിൾ. ഇതിൻ്റെ ഫോം ഓഫ് വെർബ്, സിമ്പിൾ പാസ്റ്റിന്റെ ഫോം ഓഫ് വെർബ് എന്ന് പറയുന്നതാണ് V2 ഫോം. V2 form. You have studied earlier that all verbs have 3 forms: V1, V2 and V3. V2 form ആണ് സിമ്പിൾ പാസ്റ്റിൽ പറയുക. എങ്ങനെയാ? How can we made V2 form? എങ്ങനെയാ V2 form ഉണ്ടാക്കുക? V2 form എന്ന് പറയുന്നത് did plus base. did പ്ലസ് ബേസ് ഫോം ആണ് V2. അപ്പോൾ ബേസ് ഫോമിനോട് ഡിഡ് ചേർക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? V2 കിട്ടുക. ഇങ്ങനെ V2 ഫോം. അപ്പോൾ സി എന്ന V1 അല്ലെങ്കിൽ ബേസിനോട് കൂടി ഡിഡ് ചേർക്കുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? സോ. അതാണ് V2. വർക്ക് പ്ലസ് ഡിഡ്, that is worked. That is complete action. So എന്ന് പറഞ്ഞാൽ കണ്ടു, ആ പ്രവൃത്തി പൂർത്തിയായി. വർക്ക് എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി പൂർത്തിയായി. ഇങ്ങനെ ഒരു പ്രവൃത്തി പൂർത്തിയായി, കംപ്ലീറ്റഡ് ആയി എന്ന് കാണിക്കുന്നതാണ് പാസ്റ്റ് സിമ്പിൾ. അതിന്റെ ഫോം ആണ് ഏത്? V2 ഫോം ഓഫ് വെർബ് എന്ന് പറയുക. V2 ഫോം ആണ് സിമ്പിൾ പാസ്റ്റിന്റെ ഫോം ഓഫ് വെർബ്. ഇനി ഇതിനകത്ത് സിമ്പിൾ പാസ്റ്റിനെ കാണിക്കാനുള്ള ചില ടൈം വേർഡ്സ് കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. അതെന്താ നമുക്ക് നോക്കാം. സിമ്പിൾ പാസ്റ്റിന്റെ ടൈം വേർഡ്സ്. സിമ്പിൾ പാസ്റ്റിൽ മാത്രം വരുന്നതാണ് യെസ്റ്റർഡേ,
yesterday, last day, last day, last week, last month, last year, ago. All these words used in the simple past. ഇതൊക്കെ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. അത് യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, എഗോ. ഇത് ഏതെങ്കിലും സെന്റൻസിൽ കണ്ടാൽ നിങ്ങളത് ഓർത്തിരിക്കേണ്ടത് ആ സെന്റൻസിലെ ടെൻസ് എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ: My brother go abroad two months ago. Okay? My brother go abroad 2 months ago. എൻ്റെ സഹോദരൻ 2 മാസങ്ങൾക്ക് മുമ്പ് വിദേശത്ത് പോയി. ഇതാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ളത്. നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, എഗോ, ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടോ നോക്കുക. മൈ ബ്രദർ ഗോ എബ്രോഡ് 2 months ago ഉണ്ട് അല്ലേ? ഇതിനകത്ത് ഏതാ ഉള്ളത്? എഗോ എന്ന വേർഡ് ഉണ്ട്. എഗോ എന്ന ടൈം വേർഡ് സിമ്പിൾ പാസ്റ്റിലാണ് വരിക. അപ്പോൾ ഈ സെന്റൻസ് എപ്പോഴും എന്തിലായിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ആവണം. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ഈ കൊടുത്തിരിക്കുന്ന ക്രിയയുടെ V2 ഫോം ചേർക്കണം. എപ്പോഴും തരിക V1 ആണ്. ഇതിന്റെ V2 ചേർക്കണം. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും നമുക്ക്? My brother. What's the V2 form of go? Went. Went abroad 2 months ago. My brother went abroad 2 months ago. For the simple past tense le. വേറെ നോക്കാം. My father arrived here last week. My father arrived here last week. How can we correct this sentence? നമുക്ക് എങ്ങനെ ഈ സെന്റൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റും? കുട്ടി ഇത് പറയും. ആർക്കാ കറക്റ്റ് ചെയ്യാൻ പറ്റുക? യെസ്, അതിനകത്ത് ടൈം വേർഡ് എന്ന് പറയുന്നതാണ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞു പോയ സമയമാണ്. അതുകൊണ്ട് ഇത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. അപ്പൊ അറൈവ് എന്നതിന്റെ V2 ഫോം ചേർക്കണം. വാട്ട്സ് V2 ഫോം ഓഫ് അറൈവ്? അറൈവ്ഡ്. അപ്പൊ എന്തായി? മൈ ഫാദർ arrived here last week. My father arrived here last week. Follow? ഒന്നുകൂടെ നോക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കുക. I meet Mr. Gopal last Sunday. I meet Mr. Gopal last Sunday. ഇതെങ്ങനെ കറക്റ്റ് ചെയ്യും? ലാസ്റ്റ് സൺഡേ ടൈം വേർഡ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. മീറ്റ്
കണ്ടുമുട്ടുക, അതിൻ്റെ V2 ഫോം ചേർക്കണം. ഇറഗുലർ വെർബാണ്. മീറ്റിൻ്റെ V2 എന്താണ്? മെറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഐ മെറ്റ് മിസ്റ്റർ ഗോപാൽ ലാസ്റ്റ് സൺഡേ. ഐ മെറ്റ് ഗോപാൽ ലാസ്റ്റ് സൺഡേ. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ കംപ്ലീറ്റഡ് ആക്ഷൻസ് ആർ സെഡ് ടു ബി ഇൻ ദ പാസ്റ്റ് സിമ്പിൾ. പൂർത്തിയായിട്ടുള്ള പ്രവൃത്തികളാണ് സിമ്പിൾ പാസ്റ്റിൽ പറയുക. അതിൻ്റെ ഫോം ഓഫ് വെർബ് എന്ന് പറയുന്നതാണ് ഏത്? V2 ഫോം. V2 ഫോം ഓഫ് വെർബാണ് അതിൽ ഉപയോഗിക്കുക. അതിലെ ടൈം വേർഡ്സ് ഏതൊക്കെ? യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ ആൻഡ് എഗോ. മനസ്സിലായോ? യെസ്. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് നോക്കാം. പാസ്റ്റിൻ്റെ രണ്ടാമത്തതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ചു. ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആൻ ആക്ഷൻ വാസ് ഗോയിങ് ഓൺ, ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതാണ് ഇത് സിമ്പിൾ പാസ്റ്റ്. ആൻ ആക്ഷൻ വാസ് ഗോയിങ് ഓൺ, വാസ് ഗോയിങ് ഓൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴില്ല. നമ്മൾ പറയാറില്ലേ, ഇറ്റ് വാസ് റെയിനിങ്, മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഷീ വാസ് പ്ലേയിങ്, അവൾ കളിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാലോ ഇപ്പോഴില്ല, ആ പ്രവൃത്തി നടക്കുന്നുണ്ടായിരുന്നു. അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുക. ഇതിൻ്റെ ഫോം ഓഫ് വെർബ് ആണ് വാസ് ഓർ വേർ പ്ലസ് ing. വാസ് ഓർ വേർ പ്ലസ് ing ആണ് പാസ്റ്റ് കണ്ടിന്യൂസിലെ ക്രിയാരൂപം എന്ന് പറയുക. നിങ്ങൾ നേരത്തെ പ്രസന്റ് പഠിച്ചപ്പോൾ ആം, ഈസ്, ആർ പ്ലസ് ing പറഞ്ഞു. അതിൽ ആം, ഈസ് ഇത് രണ്ടിൻ്റെയും V2 ഫോം ആണ് ഏത്? വാസ്. ആറിൻ്റെ V2 ഫോം ആണ് വേർ എന്ന് പറയുക. നമുക്ക് നോക്കാം എപ്പോഴാണ് വാസ് ഉപയോഗിക്കുക. വാസ് വിത്ത് സിംഗുലർ subjects and where with plural subjects. Was with singular subjects and where with plural subjects. ഏകവചനം വന്നാൽ വാസ്, ബഹുവചനം വന്നാൽ were. ഇതിലെ ടൈം വേർഡ് ഉണ്ട്. ഇതിന്റെ ടൈം വേർഡ്സ് എന്ന് പറയുന്നതാണ് while, then. ഈ രണ്ടെണ്ണമാണ് പാസ്റ്റ് കണ്ടിന്യൂസിനെ കാണിക്കുന്ന ടൈം വേർഡ്. ഏതൊക്കെ? while, പഠിക്കുമ്പോൾ while, ആ സമയത്ത് എന്നാണ് while എന്ന് പറഞ്ഞാൽ, ആ സമയത്ത്. then എന്നുള്ളത് നൗവിന്റെ V2 ഫോമാണ്. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, then എന്ന് പറഞ്ഞാൽ അപ്പോൾ. നോക്കുക, പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ആൻ ആക്ഷൻ വാസ് ഗോയിങ് ഓൺ, ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടായിരുന്നു എന്ന് കാണിക്കുക. ഇപ്പോഴില്ല, നടക്കുന്നുണ്ടായിരുന്നു. വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ing. വാസ്, വേറെ. പിന്നെ തന്നിരിക്കുന്ന ക്രിയയുടെ കൂടെ ing ചേർക്കണം. V1 ആണ് തരിക. V1 പ്ലസ് ing ചേർക്കുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് കിട്ടും. അതിൻ്റെ ടൈം വേർഡ് ആണ് ഇത് while, then. നമുക്ക് ഒന്ന് നോക്കാം. എക്സാമ്പിൾ,
while I play cricket. While I play cricket, the telephone rang. ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ടെലിഫോൺ ബെല്ലടിച്ചു. ഇത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഒന്ന് നോക്കുക. ഇവിടെ ടൈം വേർഡ് കൊടുത്തിരിക്കുന്നത് ഏതാണ്? വൈൽ. വൈൽ എന്തിനെ സൂചിപ്പിക്കുക? പാസ്റ്റ് കണ്ടിന്യൂസ്. വാസ് ഓർ വെയർ പ്ലസ് ing. ഇവിടെ സബ്ജക്റ്റ് നോക്കിക്കേ, ഐ. അത് സിംഗുലർ, ഒന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വൈൽ I was play plus ing. I was playing cricket the telephone rang. While I was playing cricket the telephone rang. വേറെ നോക്കാം. While I watch TV my old friend arrived. എന്താ പറഞ്ഞിരിക്കുന്നത്? While I watch TV my old friend arrived. ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പഴയ സുഹൃത്ത് വന്നു. എപ്പോഴാണ്? While I watch TV. ഇത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്ത് പറയാം? While I was watching TV my old friend arrived. My old friends arrived. അപ്പോൾ എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ? ആൻ ആക്ഷൻ വാസ് ഗോയിങ് ഓൺ. ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതാണ് ഏത്? പാസ്റ്റ് കണ്ടിന്യൂസ്. വാട്ട് ഈസ് എ ഫോം ഓഫ് വെർബ്? വാസ് ഓർ വെയർ പ്ലസ് ing പാർട്ടിസിപ്പിൾ. യെസ്. വാട്ട് ഈസ് എ ടൈം വേർഡ്? വൈൽ ആൻഡ് ദെൻ. മനസ്സിലായോ? ഇനി നമുക്ക് പാസ്റ്റിന്റെ മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പാസ്റ്റിന്റെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുക പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന് വേറൊരു പേരുണ്ട്, ഡബിൾ പാസ്റ്റ്. ഇതിനെ ഡബിൾ പാസ്റ്റ് എന്നും പറയും. എന്താ പറയുക? ഡബിൾ പാസ്റ്റ്. എന്തിനാ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക? എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ്? പാസ്റ്റ് പെർഫെക്റ്റ് ഷോസ് an action finished or completed before another action in the past. Confusion down there. Past perfect shows an action finished or completed before another action in the past. എന്ന് പറഞ്ഞാൽ before another action in the past. ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി പൂർത്തിയാകുന്നതിന് മുമ്പ് മറ്റൊരു പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ടെന്ന് കാണിക്കുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുക. മനസ്സിലായോ എന്താണ്? വേറെ പറഞ്ഞാൽ
രണ്ട് ഭൂതകാല ക്രിയകൾ ഉണ്ടാവുമ്പോൾ അതിൽ ആദ്യം നടന്നത് ഏത് എന്ന് കാണിക്കുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. നിങ്ങൾ ക്ലാസ്സിലൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രിൻസിപ്പാൽ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും. പ്രിൻസിപ്പൽ എന്താ ചോദിക്കുക? നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി, ആരാണ് ആദ്യം തല്ലിയത് ചോദിക്കാറില്ലേ? അതുപോലെ രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ഉണ്ടാകുമ്പോൾ, രണ്ട് ഭൂതകാല ക്രിയകൾ ഉണ്ടാകുമ്പോൾ അതിൽ ആദ്യം നടന്നത് ഏത് എന്ന് കാണിക്കാനാണ് എന്ത് ഉപയോഗിക്കുക? പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. അതാണ് പറഞ്ഞത്, പാസ്റ്റ് പെർഫെക്റ്റ് ഷോസ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഓർ ഫിനിഷ്ഡ് ബിഫോർ അനദർ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി പൂർത്തിയാകുന്നതിന് മുമ്പ് മറ്റൊന്ന് പൂർത്തിയായി എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ ഫോം ഓഫ് വെർബ് ഫോം ഓഫ് വെർബ് വളരെ സിമ്പിൾ ആണ്. അതായത് ഹാഡ് പ്ലസ് V3. എന്താണ്? ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് വെർബ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. സബ്ജക്റ്റ് ഏത് വന്നാലും, ഫസ്റ്റ് പേഴ്സണോ സെക്കൻഡ് പേഴ്സണോ സിംഗുലറോ പ്ലൂറലോ ഏത് വന്നാലും ഒരു ക്രിയയേ ഉള്ളൂ, ഹാഡ്. ദെൻ യൂസ് ദ V3 ഫോം ഓഫ് വെർബ് ചേർത്താൽ V3 എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുക. ഇതിനകത്ത് ടൈം വേർഡ്സ് ഉണ്ട്. സാധാരണ നിങ്ങൾ പഴയ ഗ്രാമർ പുസ്തകം എടുത്ത് നോക്കിയാൽ അതിനകത്ത് ടൈം വേർഡ്സ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എളുപ്പത്തിന് വേണ്ടി രണ്ട് ടൈം വേർഡ്സ് പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കാം. അതൊന്ന് ബിഫോർ, മറ്റൊന്ന് ആഫ്റ്റർ. ഈ ബിഫോർ എവിടെ കണ്ടാലും പാസ്റ്റ് പെർഫെക്റ്റ് ആവില്ല. ഒരു ടൈമിന് മുമ്പ് ബിഫോർ കൊടുത്താൽ അല്ലെങ്കിൽ ആഫ്റ്റർ കൊടുത്താൽ മാത്രമേ പാസ്റ്റ് പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ നോക്കിയേ, വാട്ട് ഈസ് പാസ്റ്റ് പെർഫെക്റ്റ്? രണ്ട് ഭൂതകാല ക്രിയകൾ ഉണ്ടാവുമ്പോൾ അതിൽ ആദ്യം നടന്നതിനെ കാണിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ്. ഓർ ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഓർ ഫിനിഷ്ഡ് ബിഫോർ another action in the past. Form of verb had plus V3. ഇതിന്റെ ഫോം ഓഫ് ടൈം വേർഡ്സ് പറയുന്നത് ബിഫോർ അല്ലെങ്കിൽ. ഇന്ന് ഇതുവരെ നമ്മൾ പഠിച്ചത് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റിന്റെ ചില ഫോമുകൾ മാത്രമാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വീണ്ടും കാണുന്നതുവരേക്കും നമസ്കാരം.